യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് ദൈവം ന്യായം വിധിക്കുന്നതായ സൊദോമിനെക്കുറിച്ചും അതേപോലെ തന്നെ അബ്രഹാമിൻ്റെ പ്രവൃത്തിക്ക് ദൈവം നീതി കണക്കിട്ട് ദൈവം വെടിവെച്ചെടുത്തതായ ലോത്തിനെക്കുറിച്ചും ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ 19-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് കടന്നു വരുന്നത്. ഒരുപക്ഷെ ഇന്ന് നമുക്കത് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത ദിവസം ഞാൻ സംസാരിക്കുമ്പോൾ ഈ വിഷയങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം വായിച്ച് ധ്യാനിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 27-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. സൊദോമിനും ഗൊമോറയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി. ദേശത്തിലെ പുക തീച്ചൂള പോലെ പൊങ്ങുന്നത് കണ്ടു. ഈ ഒരു വേദഭാഗം ഞാൻ പ്രധാനമായിട്ടും വായിച്ചതിൻ്റെ ഉദ്ദേശം ലോത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഏകദേശം അവസാനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ലോത്തിനെയും കുടുംബത്തെയും ദൈവം രക്ഷിച്ച് സോവാർ എന്ന ആ ചെറിയ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. എന്നാൽ പോകുന്ന വഴിയിൽ വെച്ച് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ലോത്തിൻ്റെ ഭാര്യ ലോത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അവൾ സൊദോമിലേക്ക് നോക്കിയപ്പോൾ ദൈവം അവരോട് പറഞ്ഞതായ ആ കൽപ്പന ലംഘിക്കുന്ന നിമിത്തം അവൾ ഉപ്പുതൂണായി അവിടെ മാറിയെന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആ വേദഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞിരുന്നു, നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകുന്ന വലിയൊരു വാണിംഗാണിത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് യേശുക്രിസ്തു ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ ആ വരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഭൂമിയിലെ കാര്യങ്ങളിലേക്കല്ല നിങ്ങളുടെ ഏകാഗ്രത ആക്കേണ്ടത്, മറിച്ച് ഓടിപ്പോകുവാൻ ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കാതെ ദൈവം നമ്മെ വിളിക്കുന്നതായ വിളിയിലേക്ക് തന്നെ ശ്രദ്ധ ഊന്നിക്കൊണ്ട് നാശപട്ടണം വിട്ട് ഓടിപ്പോകുന്ന ഈ ലോത്തിനെയും കുടുംബത്തെയും പോലെ നമ്മളായിത്തീരണം. എന്നാൽ ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ നമ്മളാകരുത്. അത് നമുക്ക് ലഭിക്കുന്ന വലിയൊരു വാണിംഗാണ്. ഈ ഒരു കാര്യം ദൂതന്മാർ ലോത്തിനോട് കുടുംബത്തോട് മാത്രമല്ല പറയുന്നത്, ആ ദൂതന്മാർ പറഞ്ഞ അതേ കാര്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുക്രിസ്തു നമ്മോടും പറയുന്നു, നിങ്ങൾ ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ ആകാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ഇന്ന് വായിച്ചതായ ഈ ആദ്യത്തെ വാക്യം, 27-ാമത്തെ വാക്യം, അബ്രഹാം രാവിലെ എഴുന്നേറ്റു. ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അബ്രഹാമിൻ്റെ ഒരു ഡെയിലി ഹാബിറ്റ് എന്ന് പറയുന്നത് അതിരാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഇവിടെ മലയാളം ബൈബിളിൽ അബ്രഹാം രാവിലെ എഴുന്നേറ്റു എന്ന് കാണുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് അബ്രഹാം ഏർലി മോർണിംഗിൽ അതിരാവിലെ എഴുന്നേറ്റു. ഇതേപോലെ ഒരു സന്ദർഭം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മറ്റൊരു സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തൻ്റെ മകൻ ഇസ്ഹാക്കിനെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഹോമയാഗം കഴിക്കേണ്ടതിന് വേണ്ടി അവൻ അതിരാവിലെ എഴുന്നേറ്റു. ഞാൻ സാധാരണ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കണമെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും നമ്മളങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഏർലി മോർണിംഗിൽ നിന്നും എഴുന്നേൽക്കുകയില്ല, അതിരാവിലെ എഴുന്നേൽക്കുകയില്ല. നമുക്ക് പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ മടിയുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ താമസിച്ച് എഴുന്നേൽക്കത്തുള്ളൂ. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി അതിരാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലല്ല അവൻ ഇഷ്ടപ്പെടുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന പോലെ സൊദോമിൻ്റെ നാശം എന്ന് പറയുന്നത് അബ്രഹാമിനെ സംബന്ധിച്ചോളം വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൽ അബ്രഹാം അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. സ്പിരിച്വൽ ഇമ്പോർട്ടൻസ് അബ്രഹാം കൊടുക്കുന്നു എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ അബ്രഹാം തൻ്റെ മകൻ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ വേണ്ടി അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ അതത്ര പ്രിയപ്പെട്ടതൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൻ എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് താൻ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് താൻ പ്രാധാന്യം കൊടുത്തു. എന്ന് മാത്രമല്ല, അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ വിശ്വാസമാണ് വലുത് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ആ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞുള്ള വിശ്വാസമാണ്. എന്താണ് അറിഞ്ഞുള്ള വിശ്വാസം എന്ന് പറയുന്നത്? നമുക്കറിയാം, രക്തസ്രവക്കാരിയ സ്ത്രീയെ യേശുവിനെ അറിഞ്ഞുള്ള ഒരു വിശ്വാസം അവളിലുണ്ടായി. ആ അറിഞ്ഞുള്ള വിശ്വാസം എന്ന് പറയുന്നത്
അവൻ്റെ വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ആരും തന്നെ ചിന്തിക്കാത്ത രീതിയിലുള്ള വിശ്വാസം ആ സഹോദരിയുണ്ടായിരുന്നു. അതേപോലെ തന്നെ അബ്രഹാമിനുള്ള വിശ്വാസം എന്താണ്? അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ, അവൻ്റെ ശക്തിയെ, അവൻ്റെ വല്ലഭത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള അവൻ്റെ വിശ്വാസം. ആ വിശ്വാസം എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തൻ്റെ മകൻ വെന്ത് വെണ്ണീറായാലും ആ ചാരത്തിൽ നിന്നും ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തും അല്ലെങ്കിൽ പ്രാപിക്കും എന്നുള്ള വലിയൊരു വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. ആ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അബ്രഹാമിന് അതിരാവിലെ എഴുന്നേൽക്കാൻ കഴിയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നമുക്ക് രസിക്കാനും അവൻ്റെ വചനത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്തുവാനും അവൻ്റെ വചനങ്ങളെ അനുസരിക്കുവാൻ തക്കതായിട്ടുള്ള ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ശരിയായി ദൈവത്തെ മനസ്സിലാക്കാനും അതേ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം ശരിയാം വണ്ണം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനും കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഞാൻ നിങ്ങളെല്ലാവരെയും ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകണം. നോക്കിക്കേ, അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. അതായത് തനിക്കൊരു ഓർമ്മയുണ്ട്. അതായത് ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നതായ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം തനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. അതായത് സോദോമിലേക്ക് ആ പുരുഷന്മാർ കടന്നു പോകുമ്പോൾ അവരെ യാത്രയയക്കാൻ ഒന്നോണം അബ്രഹാം പോകുമ്പോൾ 2 ദൂതന്മാർ സോദോമിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഒരു ദൂതൻ അവിടെ നിന്നു. ആ ദൂതൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവായിരുന്നു എന്നുള്ള ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കിട്ടല്ലോ. അവിടെ വെച്ചാണ് അബ്രഹാമും ദൈവവും തമ്മിലുള്ള സംഭാഷണം നടക്കുന്നത്. അവിടെ വെച്ചാണ് സൊദോം ഗൊമോറയുടെ ആ ന്യായവിധിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട തീരുമാനം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ അബ്രഹാമിൻ്റെ മധ്യസ്ഥതയും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോടൊപ്പമുള്ള തീരുമാനങ്ങൾക്കും നിങ്ങളുടെ മധ്യസ്ഥതയ്ക്കും ഉള്ള സ്ഥലങ്ങളെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സ്ഥലത്തിന് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലത്തിന് പ്രാധാന്യമില്ല. വിശുദ്ധ വേദവസ്തുപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ ആരാധിക്കുന്നത് ആ മലയിലുമല്ല ഈ മലയിലുമല്ല എന്നുള്ള നാഴിക വരുന്നു എന്ന് പറഞ്ഞാൽ പ്ലേസ് ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ്. സ്ഥലം പ്രധാനമല്ല. എന്നാൽ സ്ഥലം നമുക്ക് എന്തുകൊണ്ട് പ്രധാനമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലഭിക്കുന്നതായ ആ ആത്മീയമായ അന്തരീക്ഷം ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ചിന്ത കിടക്കുന്നുകൊണ്ട് ആ ചിന്തയ്ക്കും ആ സ്ഥലത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ സാധാരണയായിട്ട് ഈ പ്രാർത്ഥിക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയാറുണ്ട്, നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൂം. കാരണം നമുക്ക് വൈകാരികമായിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളോട് കൂടുതൽ അടുപ്പമുണ്ടാകും. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ചർച്ചിലൊക്കെ പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലൊക്കെ ആളുകൾ കടന്നു വന്നിരിക്കുമ്പോൾ അവരുടെ പേരുകൾ ഒരിക്കലും ഞാൻ ചെയറിൽ എഴുതി വയ്ക്കാറില്ല. പക്ഷേ എല്ലാ സർവീസിലും കാണുന്നത് കസേരകൾ ഒരേപോലെ ഇരിക്കുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാലും ആ ഇരിക്കുന്ന പൊസിഷൻ അവർക്ക് വളരെ വൈകാരികമായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലത്ത് വെച്ച് അബ്രഹാമിന് ഈ അനുഭവം ഉണ്ടായതുകൊണ്ട് അവിടെ അബ്രഹാം ചെന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ അബ്രഹാം അവിടെ എത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവ സാന്നിധ്യം അനുഭവിക്കുക, ദൈവത്തോട് സംസാരിക്കുക, ദൈവത്തോട് ഇനി മുന്നോട്ട് കാര്യങ്ങൾ സംസാരിക്കുവാൻ വെമ്പുന്നൊരു ഹൃദയം അബ്രഹാമിനുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അബ്രഹാം അവിടെ ചെന്നിട്ട് നോക്കൂ, ഇത് സോദോമിലേക്കുള്ള വഴിയാണല്ലോ. അവിടെ ചെന്നിട്ട് താൻ 28-ാം വാക്യത്തിൽ അവിടെ ചെന്ന് സോദോമിനും ഗൊമോറയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി ദേശത്തിലെ പുക തീച്ചുള പോലെ പുക പോലെ പൊങ്ങുന്നത് താൻ കണ്ടു. നോക്കുക, ഇവിടെ അബ്രഹാം ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നോക്കണേ, വളരെ ദൂരെ ഒരു ഫർണസിൽ നിന്നും പുക എങ്ങനെ പൊങ്ങുന്നുവോ അതേപോലെ പുക സോദോമിൽ നിന്ന് പൊങ്ങുന്നത് കാണുമ്പോൾ അബ്രഹാം നിർവികാരനായി നിൽക്കുകയായിരുന്നോ? അല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവൻ്റെ ഉള്ളിലൂടെ ധാരാളം ചിന്തകൾ കടന്നുപോയി. നമ്മുടെ ജീവിതത്തിലും ദുഷ്ടന്മാർക്ക് വരുന്നതായി പ്രതിഫലം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിന്തകൾ കടന്നു പോകണം. നമ്മൾ സന്തോഷിക്കുകയല്ല വേണ്ടത്. നമുക്ക് ഒരു വികാരം മാത്രം അവിടെ ഉണ്ടാവുകയല്ല വേണ്ടത്.
മറിച്ച് നമ്മുടെ ഉള്ളിലൂടെ പല ചിന്തകൾ കടന്നു പോകണം. അബ്രഹാമിൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ചിന്തകളെക്കുറിച്ച് പ്രസംഗകരുടെ പ്രഭു എന്നറിയപ്പെടുന്ന സ്പർജൻ പറഞ്ഞത് ഇപ്രകാരമാണ്: അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ദൈവഹിതത്തിനു വേണ്ടിയുള്ള ഒരു സമർപ്പണത്തിൻ്റെ ചിന്ത ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകണം. ഏതെങ്കിലും ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ സന്തോഷിക്കുകയല്ല വേണ്ടത്, മറിച്ച് ദൈവഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ട് നമ്മളെ തന്നെ താഴ്ത്തേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമതായിട്ട്, അബ്രഹാം വളരെ നന്ദിയുള്ളവനാണ് ദൈവത്തോട്. കാരണം തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ കുടുംബത്തെയും തൻ്റെ മധ്യസ്ഥതയ്ക്ക് അനുസരിച്ച് ദൈവം വിടുവിച്ചതുകൊണ്ട്. അതേപോലെ തന്നെ ദൈവം നമ്മെ പാപത്തിൽ നിന്നും രക്ഷിച്ചു. അതേ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നതോർത്ത് നമ്മളെപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് അവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഈ ദുഷ്ടന്മാർക്ക് വന്നതായ പ്രതിഫലം കണ്ടപ്പോൾ അബ്രഹാമിന് തൻ്റെ ജീവിതം ഇങ്ങനെയാകരുത് എന്നുള്ള ഒരു ജാഗ്രതയിലേക്ക് തനിക്ക് പോകണമെന്നുള്ള ആ അതിയായ വാഞ്ച അബ്രഹാമിലുണ്ടായി. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം. അതേ ഈ സോദോം ഗോമോറയ്ക്ക് ഭവിച്ചതും ലോത്തിൻ്റെ ഭാര്യയ്ക്കും ഭവിച്ചതുമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയും ചിന്തയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അവസാനമായി സ്പർജൻ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: പാപത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധ്യം അബ്രഹാമിൻ്റെ ഉള്ളിൽ ഉണ്ടായി. ഇതായിരിക്കും പാപം ചെയ്യുന്ന ദേഹിക്ക് സംഭവിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറയട്ടെ, ഈ വിധമായ ചിന്തകളും വികാരങ്ങളും അബ്രഹാമിൻ്റെ ഉള്ളിൽ ഉണ്ടായി എന്ന് അതേ പ്രസംഗരുടെ പ്രഭുവായ സ്പർജൻ ആരോപിക്കും പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ വിധമായ ചിന്തകൾ ഉണ്ടാകണം. പാപത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് നമുക്കൊരു ചിന്ത ഉണ്ടാകണം. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നില്ലായിരിക്കാം, ഇന്നൊരു പക്ഷേ നിങ്ങൾ ദൈവത്താൽ ശാസിക്കപ്പെടുന്നില്ലായിരിക്കാം. പക്ഷേ ഒരു ദിവസം വരുന്നുണ്ട്, അന്ന് ആർക്കും ദൈവത്തിനു മുമ്പാകെ തെറ്റിയൊഴിയാവതല്ല എന്നുള്ളതായ സന്ദേശം. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ ദൈവങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാം. അതേ ദുഷ്ടന്മാർക്ക് വരുന്ന നാശം കാണുമ്പോൾ നമ്മൾ സന്തോഷിച്ചിരിക്കുകയല്ല, മറിച്ച് നമ്മൾ നമ്മുടെ ഹൃദയത്തിലൂടെ ഇതുപോലെയുള്ള ചിന്തകളിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാൻ കഴിയണം. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾത്ത ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അബ്രഹാമിൻ്റെ ഹൃദയത്തിലുണ്ടായ ചിന്തകളെപ്പോലെ ഞങ്ങളുടെ ഹൃദയത്തിലും അപ്രകാരമുള്ള ചിന്തകൾ കടന്നു വരുവാനും ദൈവഹിതത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുവാൻ, അതേ ദൈവം ഞങ്ങളെ രക്ഷിച്ചതോർത്ത് പൂർണ്ണമായിട്ടും അങ്ങയോട് നന്ദിയുള്ളവരായിരിക്കാൻ, അതേപോലെ തന്നെ ദുഷ്ടന്മാർക്ക് വന്നതായ ആ നാശം, പാപത്തിൻ്റെ ആ ഒരു ഭീകരത എത്ര വലുതാണെന്ന് കാണുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.